വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അമൃതം പൊടി കൊണ്ട് വെറൈറ്റി ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആലോചിച്ചിരിക്കാറുണ്ടോ? അമൃതം പൊടിയും പഴവും ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴം നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പാളയംകോടൻ പഴമാണ്. നിങ്ങളുടെ കയ്യിൽ പാളയംകോടൻ പഴം ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പൂവമ്പഴോ അല്ലെങ്കിൽ ഞാലിപ്പൂവനോ, ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റയൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇത് നമുക്ക് ചെറുതാക്കി നുറുക്കിയിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തെന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് മധുരം ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് കൈകൊണ്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പോളം അമൃതം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഈ പഴത്തിൻ്റെയും അതുപോലെ തന്നെ പഞ്ചസാരയുടെയും അതുപോലെ തേങ്ങയുടെയൊക്കെ നനവ് കൊണ്ട് തന്നെ ഈ മാവ് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതെടുക്കാനായിട്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യൊന്ന് തടവാം. എന്നിട്ട് നമുക്ക് ഈ മാവിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നുകിൽ റൗണ്ടായിട്ടോ അല്ലെങ്കിൽ ട്രയാങ്കിളായിട്ടോ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് എടുക്കുന്നത്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഈ ഓരോ പീസും വറുത്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, എന്നാൽ അതിൻ്റെ ഉൾവശമൊന്നും ഒട്ടും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ എല്ലാ വശവും നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരേപോലെ വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീസസും എണ്ണയിലിട്ട് വറുത്തെടുക്കാം. കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉൾവശം നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.